അധ്യായം 19. മറിയം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 98. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. കാഫ് ഹാ യാ ഐൻ صاد ذكر رحمة ربك عبده زكريا. ഖാഫ് ഹാ യാ ഐൻ സ്വാദ്. നിന്റെ നാഥൻ തന്റെ ദാസൻ സക്കരിയയോട് കാണിച്ച കാരുണ്യത്തെ സംബന്ധിച്ച വിവരണമാണിത്. إذ نادى ربه نداء خفيا. അദ്ദേഹം തന്റെ നാഥനെ പതുക്കെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, എന്റെ തല നരച്ചു തിളങ്ങുന്നതുമായിരിക്കുന്നു. നാഥ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചതൊന്നും നടക്കാതിരുന്നിട്ടില്ല. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. എനിക്ക് പിറകെ വരാനിരിക്കുന്ന ബന്ധുക്കളെയോർത്ത് ഞാൻ ഭയപ്പെടുന്നു. എന്റെ ഭാര്യ വന്ധ്യയാണ്. അതിനാൽ നിന്റെ കാരുണ്യത്താൽ എനിക്കൊരു പിൻഗാമിയെ പ്രദാനം ചെയ്യണമേ. يرثني ويرث من آل يعقوب واجعله رب رضيا. അവൻ എന്റെ അനന്തരാവകാശിയാകണം, യാക്കൂബ് കുടുംബത്തിന്റെയും പിന്മുറക്കാരനാകണം. എന്റെ നാഥ, നീ അവനെ നിനക്കിഷ്ടപ്പെട്ടവനാക്കണമേ. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا. സക്കരിയ, നിശ്ചയമായും നിന്നെ ഇതാ നാം ഒരു പുത്രനെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുന്നു. അവന്റെ പേര് യഹിയ എന്നായിരിക്കും. ഇതിനു മുമ്പ് നാം ആരെയും അവന്റെ പേരുള്ളവരാക്കിയിട്ടില്ല. قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, എനിക്കെങ്ങനെ പുത്രനുണ്ടാകും? എന്റെ ഭാര്യ വന്ധ്യയാണ്, ഞാനോ പ്രായാധിക്യത്താൽ പരവശനും. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا. അല്ലാഹു അറിയിച്ചു, അതൊക്കെ ശരി തന്നെ. നിന്റെ നാഥൻ അരുൾ ചെയ്യുന്നു, എനിക്കത് നിസ്സാരമാണ്. നേരത്തെ നീ ഒന്നുമായിരുന്നില്ല, എന്നിട്ടും ഇതിനു മുമ്പ് നിന്നെ നാം സൃഷ്ടിച്ചല്ലോ. قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سويا. സക്കരിയ പറഞ്ഞു, നാഥ, നീ എനിക്കൊരടയാളം കാണിച്ചു തരണമേ. അല്ലാഹു അറിയിച്ചു, നീ 3 നാൾ തുടർച്ചയായി ജനങ്ങളോട് മിണ്ടാതിരിക്കും. അതാണ് നിനക്കുള്ള അടയാളം. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. അങ്ങനെ അദ്ദേഹം മിഹ്റാബിൽ നിന്നിറങ്ങി തന്റെ ജനത്തിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം ആംഗ്യത്തിലൂടെ നിർദ്ദേശിച്ചു, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തുക. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا. ഓ യഹ്യ, വേദപുസ്തകം കരുത്തോടെ മുറുകെ പിടിക്കുക. കുട്ടിയായിരിക്കെ തന്നെ നാം അവന് ജ്ഞാനം നൽകി. وحنانا من لدنا وزكاة وكان تقيا. നമ്മിൽ നിന്നുള്ള ദയയും വിശുദ്ധിയും സമ്മാനിച്ചു. അദ്ദേഹം
അതീവ സൂക്ഷ്മതയുള്ളവനായിരുന്നു. وبرا بوالديه ولم يكن جبارا عصيا. തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനും അദ്ദേഹം ക്രൂരനായിരുന്നില്ല, അനുസരണമില്ലാത്തവനുമായിരുന്നില്ല. وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. ജനനനാളിലും മരണദിനത്തിലും ജീവനോടെ ഉയിർത്തെഴുന്നേൽക്കുന്ന നാളിലും അദ്ദേഹത്തിന് സമാധാനം. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا. ഈ വേദപുസ്തകത്തിൽ മറിയമിന്റെ കാര്യം വിവരിക്കുക. അവർ തന്റെ സ്വന്തക്കാരിൽ നിന്നകലെ കിഴക്കൊരിടത്ത് കഴിഞ്ഞുകൂടിയ കാലം. فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. സ്വന്തക്കാരിൽ നിന്നൊളിഞ്ഞിരിക്കാൻ അവരൊരു മറയുണ്ടാക്കി. അപ്പോൾ നാം നമ്മുടെ മലക്കിനെ മറിയമിന്റെ അടുത്തേക്ക് അയച്ചു. മലക്ക് അവരുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായി. قالت إني أعوذ بالرحمن منك إن كنت تقيا. അവർ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് പരമകാരുണ്യകനായ അല്ലാഹുവിൽ അഭയം തേടുന്നു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവനെങ്കിൽ. قال إنما أنا رسول ربك لأهب لك غلاما زكيا. മലക്ക് പറഞ്ഞു, നിനക്ക് പരിശുദ്ധനായൊരു പുത്രനെ ദാനമായി നൽകാൻ നിന്റെ നാഥൻ നിയോഗിച്ച ദൂതൻ മാത്രമാണ് ഞാൻ. قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا. അവർ പറഞ്ഞു, എനിക്കെങ്ങനെ പുത്രനുണ്ടാകും? ഇന്നോളം ഒരാണും എന്നെ തൊട്ടിട്ടില്ല, ഞാൻ ദുർനടപ്പുകാരിയുമല്ല. قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. മലക്ക് പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എന്നാലും അതുണ്ടാവും. നിന്റെ നാഥൻ പറയുന്നു, നമുക്കത് നന്നേ നിസ്സാരമാണ്. ആ കുട്ടിയെ ജനങ്ങൾക്കൊരടയാളവും നമ്മിൽ നിന്നുള്ള കാരുണ്യവുമാക്കാനാണ് നാം അങ്ങനെ ചെയ്യുന്നത്. അത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. فحملته فانتبذت به مكانا قصيا. അങ്ങനെ അവർ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ഗർഭം ചുമന്ന് അവർ അകലെ ഒറ്റയ്ക്കൊരിടത്ത് മാറി താമസിച്ചു. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. പിന്നെ പേറ്റുനോവ് അവളെ ഒരു ഈന്തപ്പനയുടെ അടുത്തെത്തിച്ചു. അവർ പറഞ്ഞു, അയ്യോ കഷ്ടം, ഇതിനു മുമ്പേ തന്നെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ, എന്റെ ഓർമ്മ പോലും മാഞ്ഞു പോയിരുന്നെങ്കിൽ. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا. അപ്പോൾ താഴ്ഭാഗത്തു നിന്ന് അവരോട് വിളിച്ചു പറഞ്ഞു, നീ ദുഃഖിക്കേണ്ട, നിന്റെ നാഥൻ നിന്റെ താഴ്ഭാഗത്ത് ഒരരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. നീ ആ ഈന്തപ്പന മരമൊന്ന് പിടിച്ചു കുലുക്കുക, അത് നിനക്ക് പഴുത്തുപാകമായ പഴം വീഴ്ത്തിത്തരും. فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني
نذرت للرحمن صوما فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്യുക. അഥവാ നീ ഇനി വല്ലവരെയും കാണുകയാണെങ്കിൽ അവരോട് ഇങ്ങനെ പറഞ്ഞേക്കുക: ഞാൻ പരമകാരുണികനായ അള്ളാഹുവിനു വേണ്ടി നോമ്പെടുക്കാമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. അതിനാൽ ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുകയില്ല. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا. പിന്നെ അവർ ആ കുഞ്ഞിനെ എടുത്ത് തന്റെ ജനത്തിന്റെ അടുത്ത് ചെന്നു. അവർ പറഞ്ഞു തുടങ്ങി: മറിയമേ, കൊടിയ കുറ്റമാണല്ലോ നീ ചെയ്തിരിക്കുന്നത്. يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. ഹാറൂന്റെ സോദരി, നിന്റെ പിതാവ് ദുർവൃത്തനായിരുന്നില്ല, നിന്റെ മാതാവ് പിഴച്ചവളുമായിരുന്നില്ല. فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. അപ്പോൾ മറിയം തന്റെ കുഞ്ഞിനു നേരെ വിരൽ ചൂണ്ടി. അവർ ചോദിച്ചു: തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? قال إني عبد الله آتاني الكتاب وجعلني نبيا. കുഞ്ഞു പറഞ്ഞു: ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. അവൻ എനിക്ക് വേദപുസ്തകം നൽകിയിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കരിക്കാനും സക്കാത്ത് നൽകാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. وبرا بوالدتي ولم يجعلني جبارا شقيا. അല്ലാഹു എന്നെ എന്റെ മാതാവിനോട് നന്നായി വർത്തിക്കുന്നവനാക്കിയിരിക്കുന്നു. അവൻ എന്നെ ക്രൂരനും ഭാഗ്യം കെട്ടവനുമാക്കിയിട്ടില്ല. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. എന്റെ ജനനദിനത്തിലും മരണദിവസത്തിലും ഉയിർത്തെഴുന്നേൽക്കുന്ന നാളിലും എനിക്ക് സമാധാനം. ذلك عيسى ابن مريم قول الحق الذي فيه يمترون. അതാണ് മറിയമിന്റെ മകൻ ഈസ. ജനം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള സത്യസന്ധമായ വിവരണമാണിത്. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. പുത്രനെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന് ചേർന്നതല്ല. അവൻ എത്ര പരിശുദ്ധൻ! അവനൊരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന വചനമേ വേണ്ടൂ, അതോടെ അതുണ്ടാവുന്നു. وَإِنَّ اللَّهَ رَبِّي وَرَبُّكُمْ فَاعْبُدُوهُ هَذَا صِرَاطٌ مُسْتَقِيمٌ. ഈസ പറഞ്ഞു: സംശയമില്ല, അല്ലാഹു എന്റെയും നിങ്ങളുടെയും നാഥനാണ്. അതിനാൽ അവന് വഴിപ്പെടുക, ഇതാണ് നേർവഴി. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. എന്നാൽ അവർ ഭിന്നിച്ച് വിവിധ വിഭാഗങ്ങളായി. ആ ഭീകരനാളിനെ കണ്ടുമുട്ടുമ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞവർക്കെല്ലാം കടുത്ത വിപത്താണുണ്ടാവുക. أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين.
അവർ നമ്മുടെ അടുത്തു വരും ദിനം അവർക്കെന്തൊരു കേൾവിയും കാഴ്ചയുമായിരിക്കും. എന്നാൽ ഇന്ന് ആ അക്രമികൾ പ്രകടമായ വഴികേടിലാണ്. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. തീരാ ദുഃഖത്തിന്റെ ആ ദിനത്തെപ്പറ്റി അവർക്ക് മുന്നറിയിപ്പ് നൽകുക. കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുന്ന ദിനമാണത്. എന്നാൽ അവർ അതേക്കുറിച്ച് തീർത്തും അശ്രദ്ധയിലാണ്. അവർ വിശ്വസിക്കുന്നുമില്ല. إنا نحن نرث الأرض ومن عليها وإلينا يرجعون. അവസാനം ഭൂമിയുടെയും അതിലുള്ളവരുടെയും അവകാശിയാകുന്നത് നാം തന്നെയാണ്. എല്ലാവരും തിരിച്ചെത്തുന്നതും നമ്മുടെ അടുത്തേക്ക് തന്നെ. واذكر في الكتاب إبراهيم إنه كان صديقا نبيا. ഈ വേദപുസ്തകത്തിൽ ഇബ്രാഹീമിന്റെ കഥയും നീ വിവരിച്ചു കൊടുക്കുക. സംശയമില്ല, അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, എന്റെ പിതാവേ, കേൾക്കാനോ കാണാനോ അങ്ങയ്ക്കെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ കഴിയാത്ത വസ്തുക്കളെ അങ്ങെന്തിനാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. എന്റെ പിതാവേ, അങ്ങയ്ക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത അറിവ് എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. അതിനാൽ എന്നെ പിന്തുടരുക, ഞാൻ അങ്ങയ്ക്ക് നേർവഴി കാണിച്ചു തരാം. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. എന്റെ പിതാവേ, അങ്ങ് പിശാചിന് വഴിപ്പെടരുത്. തീർച്ചയായും പിശാച് പരമകാരുണികനായ അല്ലാഹുവെ ധിക്കരിച്ചവനാണ്. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. പ്രിയ പിതാവേ, പരമകാരുണികനായ അല്ലാഹുവിൽ നിന്നുള്ള വല്ല ശിക്ഷയും അങ്ങയെ ഉറപ്പായും പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അങ്ങ് പിശാചിന്റെ ഉറ്റമിത്രമായി മാറും. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. അയാൾ ചോദിച്ചു, ഇബ്രാഹീമേ, നീ എന്റെ ദൈവങ്ങളെ വെറുക്കുകയാണോ? എങ്കിൽ ഉടനെ തന്നെ ഇതവസാനിപ്പിക്കുക. അല്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞാട്ടും. നീ എന്നേക്കുമായി എന്നെ വിട്ടു പോകണം. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. ഇബ്രാഹിം പറഞ്ഞു, അങ്ങയ്ക്ക് സലാം. അങ്ങയ്ക്ക് പുറത്തു തരാൻ ഞാൻ എന്റെ നാഥനോട് പ്രാർത്ഥിക്കാം. സംശയമില്ല, അവൻ എന്നോട് ഏറെ കനിവുറ്റവനാണ്. وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا. നിങ്ങളെയും അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെയും ഞാനിതാ നിരാകരിക്കുന്നു. ഞാൻ എന്റെ നാഥനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. എന്റെ നാഥനെ പ്രാർത്ഥിക്കുന്നത് കാരണം ഞാൻ ഒരിക്കലും പരാജിതനാവില്ലെന്ന് ഉറപ്പിക്കാം. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا. അങ്ങനെ ഇബ്രാഹിം അവരെയും അല്ലാഹു അല്ലാത്ത അവരുടെ ആരാധ്യരെയും വെടിഞ്ഞുപോയപ്പോൾ
അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നൽകി. അവരെയെല്ലാം പ്രവാചകന്മാരാക്കുകയും ചെയ്തു. وَوَهَبْنَا لَهُم مِّن رَّحْمَتِنَا وَجَعَلْنَا لَهُمْ لِسَانَ صِدْقٍ عَلِيًّا. അവരിൽ നാം നമ്മുടെ അനുഗ്രഹങ്ങൾ വർഷിച്ചു, അവരുടെ സൽകീർത്തി ഉയർത്തി. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. ഈ വേദപുസ്തകത്തിൽ മൂസയുടെ കഥയും പരാമർശിക്കുക. തീർച്ചയായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു, ദൂതനും പ്രവാചകനുമായിരുന്നു. وَنَادَيْنَاهُ مِن جَانِبِ الطُّورِ الْأَيْمَنِ وَقَرَّبْنَاهُ نَجِيًّا. മലയുടെ വലതുവശത്തുനിന്ന് നാം അദ്ദേഹത്തെ വിളിച്ചു, രഹസ്യ സംഭാഷണത്തിനായി നാം അദ്ദേഹത്തെ നമ്മിലേക്ക് അടുപ്പിച്ചു. وَوَهَبْنَا لَهُ مِن رَّحْمَتِنَا أَخَاهُ هَارُونَ نَبِيًّا. നമ്മുടെ അനുഗ്രഹത്താൽ നാം അദ്ദേഹത്തിന് തന്റെ സഹോദരനെ പ്രവാചകനായ ഹാറൂനിനെ സഹായിയായി നൽകി. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا. ഈ വേദപുസ്തകത്തിൽ ഇസ്മായിലിന്റെ കാര്യവും പരാമർശിക്കുക. തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം നന്നായി പാലിക്കുന്നവനായിരുന്നു, ദൂതനും പ്രവാചകനുമായിരുന്നു. وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. അദ്ദേഹം തന്റെ ആൾക്കാരോട് നമസ്കാരം നിർവഹിക്കാനും സക്കാത്ത് നൽകാനും കൽപ്പിച്ചു. അദ്ദേഹം തന്റെ നാഥന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. واذكر في الكتاب إدريس إنه كان صديقا نبيا. ഈ വേദപുസ്തകത്തിൽ ഇദ്രീസിനെ പറ്റിയും പരാമർശിക്കുക. നിശ്ചയമായും അദ്ദേഹം സത്യസന്ധനും പ്രവാചകനുമായിരുന്നു. ورفعناه مكانا عليا. നാം അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്തേക്കുയർത്തി. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. ഇവരാണ് അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, ആദം സന്തതികളിൽപ്പെട്ടവർ. നൂഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരുടെയും ഇബ്രാഹിമിന്റെയും ഇസ്രയേലിന്റെയും വംശത്തിൽ നിന്നുള്ളവരാണിവർ. നാം നേർവഴിയിൽ നയിക്കുകയും പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽപ്പെട്ടവരും. പരമകാരുണികനായ അല്ലാഹുവിന്റെ വചനങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ സുജൂദ് ചെയ്തും കരഞ്ഞും നിലം പതിക്കുന്നവരായിരുന്നു അവർ. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പിന്നീട് അവർക്ക് പിറകെ പിഴച്ച ഒരു തലമുറ രംഗത്തു വന്നു. അവർ നമസ്കാരം പാഴാക്കി തന്നിഷ്ടങ്ങൾക്കൊത്തു ജീവിച്ചു. തങ്ങളുടെ ദുർവൃത്തികളുടെ ദുരന്തഫലം അവരെ വൈകാതെ ബാധിക്കും. إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെയൊഴികെ അവർ സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിക്കും. അവരോട് ഒട്ടും അനീതിയുണ്ടാവില്ല. جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا. അവർക്ക് സ്ഥിരവാസത്തിനുള്ള
സ്വർഗീയാരാമങ്ങളുണ്ട്. പരമകാരുണികനായ അല്ലാഹു തന്റെ ദാസന്മാർക്ക് അഭൗതികമായ അറിവിലൂടെ നൽകിയ വാഗ്ദാനമാണിത്. അവന്റെ വാഗ്ദാനം നടപ്പാക്കുക തന്നെ ചെയ്യും. لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا. അവരവിടെ ഒരനാവശ്യവും കേൾക്കുകയില്ല, സമാധാനത്തിന്റെ അഭിവാദ്യമല്ലാതെ. തങ്ങളുടെ ആഹാരവിഭവങ്ങൾ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. تلك الجنة التي نورث من عبادنا من كان تقيا. നമ്മുടെ ദാസന്മാരിലെ ഭക്തന്മാർക്ക് നാം അവകാശമായി നൽകുന്ന സ്വർഗമാണത്. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. നിന്റെ നാഥന്റെ കൽപ്പനയില്ലാതെ ഞങ്ങൾ ഇറങ്ങി വരാറില്ല. നമ്മുടെ മുന്നിലും പിന്നിലും അവയ്ക്കിടയിലുമുള്ളതെല്ലാം അവന്റേതാണ്. നിന്റെ നാഥൻ ഒന്നും മറക്കുന്നവനല്ല. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. അവൻ ആകാശഭൂമികളുടെ സംരക്ഷകനാണ്, അവയ്ക്കിടയിലുള്ളവയുടെയും. അതിനാൽ അവന് മാത്രം വഴിപ്പെടുക. അവനെ അനുസരിച്ച് കഴിയുന്നതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുക. അവനോട് പേരൊത്ത ആരെയെങ്കിലും നിനക്കറിയാമോ? ويقول الإنسان أإذا ما مت لسوف أخرج حيا. മനുഷ്യൻ ചോദിക്കുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്നെ ജീവനോടെ പുറത്തു കൊണ്ടുവരുമെന്നോ? أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا. മനുഷ്യൻ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയ കാര്യം അവനൊന്നോർത്തുകൂടെ? فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا. നിന്റെ നാഥൻ തന്നെ സത്യം. തീർച്ചയായും അവരെയും പിശാചുക്കളെയും നാം ഒരുമിച്ചു കൂട്ടും. പിന്നെ നാം അവരെ മുട്ടിലെഴയുന്നവരായി നരകത്തിന് ചുറ്റും കൊണ്ടുവരും. ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا. പിന്നീട് ഓരോ വിഭാഗത്തിൽ നിന്നും പരമകാരുണികനായ അല്ലാഹുവോട് ഏറ്റവും കൂടുതൽ ധിക്കാരം കാണിച്ചവരെ നാം വേർതിരിച്ചെടുക്കും. ثم لنحن أعلم بالذين هم أولى بها صليا. അവരിൽ നരകത്തീയിലെരിയാൻ ഏറ്റവും അർഹർ ആരെന്ന് നമുക്ക് നന്നായി അറിയാം. وإن منكم إلا واردها كان على ربك حتما مقضيا. നിങ്ങളിൽ ആരും തന്നെ നരകത്തീയിനടുത്ത് എത്താതിരിക്കില്ല. നിന്റെ നാഥന്റെ ഖണ്ഡിതവും നിർബന്ധപൂർവം നടപ്പാക്കപ്പെടുന്നതുമായ തീരുമാനമാണിത്. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. പിന്നെ സൂക്ഷ്മത പാലിച്ചിരുന്നവരെ നാം രക്ഷപ്പെടുത്തും. അക്രമികളെ മുട്ടിലെഴയുന്നവരായി നരകത്തീയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَيُّ الْفَرِيقَيْنِ خَيْرٌ مَقَامًا وَأَحْسَنُ نَدِيًّا. നമ്മുടെ സുവ്യക്തമായ വചനങ്ങൾ ഈ ജനത്തെ വായിച്ചു കേൾപ്പിക്കും. അപ്പോൾ സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് ചോദിക്കുന്നു, അല്ല, പറയൂ, നാം ഇരുകൂട്ടരിൽ ആരാണ് ഉയർന്ന പദവിയുള്ളവർ? ആരുടെ സംഘമാണ് ഏറെ ഗംഭീരം? وَكَمْ أَهْلَكْنَا قَبْلَهُمْ مِنْ
قرن هم أحسن أثاثا ورئيا. എന്നാൽ സാധന സാമഗ്രികളിലും ബാഹ്യപ്രതാപത്തിലും ഇവരെക്കാളേറെ മികച്ച എത്രയെത്ര തലമുറകളെയാണ് നാം ഇവർക്ക് മുമ്പേ നശിപ്പിച്ചിട്ടുള്ളത്. قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا. പറയുക, ദുർമാർഗികളെ പരമകാരുണികനായ അല്ലാഹു നീട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അവരോട് വാഗ്ദാനം ചെയ്യുന്ന കാര്യം, അഥവാ ഒന്നുകിൽ ദൈവശിക്ഷ അല്ലെങ്കിൽ അന്ത്യദിനം, നേരിൽ കാണുമ്പോൾ അവരറിയുക തന്നെ ചെയ്യും ആരാണ് മോശമായ അവസ്ഥയിലുള്ളതെന്ന്, ആരുടെ സൈന്യമാണ് ദുർബലമെന്ന്. ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. നേർവഴി സ്വീകരിച്ചവർക്ക് അല്ലാഹു സന്മാർഗനിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. നശിക്കാതെ ബാക്കി നിൽക്കുന്ന സൽക്കർമ്മങ്ങൾക്കാണ് നിന്റെ നാഥന്റെ അടുത്ത് ഉത്തമമായ പ്രതിഫലമുള്ളത്. മെച്ചപ്പെട്ട പരിണതിയും അവയ്ക്കു തന്നെ. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا. നമ്മുടെ വചനങ്ങളെ നിഷേധിച്ചു തള്ളുകയും എന്നിട്ട് എനിക്കാണ് കൂടുതൽ സമ്പത്തും സന്താനങ്ങളും നൽകപ്പെടുകയെന്ന് വീമ്പ് പറയുകയും ചെയ്യുന്നവനെ നീ കണ്ടിട്ടുണ്ടോ? أطلع الغيب أم اتخذ عند الرحمن عهدا. അവൻ വല്ല അഭൗതിക കാര്യവും കണ്ടറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പരമകാരുണ്യകനായ അല്ലാഹുവിൽ നിന്ന് വല്ല കരാറും അവൻ വാങ്ങിയിട്ടുണ്ടോ? كلا سنكتب ما يقول ونمد له من العذاب مدا. ഒരിക്കലുമില്ല. അവൻ പറയുന്നതൊക്കെ നാം രേഖപ്പെടുത്തുന്നുണ്ട്. അവന് നാം ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ونرثه ما يقول ويأتينا فردا. അവൻ തന്റേതായി എടുത്തു പറയുന്ന സാധന സാമഗ്രികളെല്ലാം നമ്മുടെ വരുതിയിലായിത്തീരും. പിന്നെ അവൻ ഏകനായി നമ്മുടെ അടുത്തുവരും. واتخذوا من دون الله آلهة ليكونوا لهم عزا. അവർ അല്ലാഹുവെ വിട്ട് നിരവധി ദൈവങ്ങളെ സങ്കൽപ്പിച്ചു വച്ചിരിക്കുന്നു. അവ തങ്ങൾക്ക് താങ്ങായിത്തീരുമെന്ന് കരുതിയാണത്. كلا سيكفرون بعبادتهم ويكونون عليهم ضدا. എന്നാൽ അവയെല്ലാം ഇക്കൂട്ടരുടെ ആരാധനയെ തള്ളിപ്പറയും. ആ ആരാധ്യർ ഇവരുടെ വിരോധികളായി തീരുകയും ചെയ്യും. ألم تر أنا أرسلنا الشياطين على الكافرين تؤزهم أزا. നാം സത്യനിഷേധികളുടെ ഇടയിലേക്ക് പിശാചുക്കളെ വിട്ടയച്ചത് നീ കണ്ടിട്ടില്ലേ? ആ പിശാചുക്കൾ അവരെ വളരെയേറെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. فلا تعجل عليهم إنما نعد لهم عدا. അതിനാൽ അവരുടെ കാര്യത്തിൽ നീ ധൃതി കാണിക്കേണ്ട. നാം അവരുടെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. يوم نحشر المتقين إلى الرحمن وفدا. സൂക്ഷ്മത പാലിച്ചവരെ പരമകാരുണികനായ അല്ലാഹുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദിനം. ونسوق المجرمين إلى جهنم وردا. അന്ന് ദാഹാർത്തരായ കുറ്റവാളികളെ നരകത്തീയിലേക്ക് നാം തെളിച്ചുകൊണ്ടുപോകും. لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا. അന്ന് ആർക്കും ശുപാർശയ്ക്ക് അധികാരമില്ല, പരമകാരുണികനായ അല്ലാഹുവുമായി കരാറുണ്ടാക്കിയവർക്കൊഴികെ. وقالوا اتخذ الرحمن ولدا. പരമകാരുണികനായ അല്ലാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന്
അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. لقد جئتم شيئا إدا ഏറെ ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا ആകാശങ്ങൾ പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടുകീറാനും പർവ്വതങ്ങൾ തകർന്നു വീഴാനും പോന്ന കാര്യം. أن دعوا للرحمن ولدا പരമകാരുണികനായ അല്ലാഹുവിന് പുത്രനുണ്ടെന്ന് അവർ വാദിച്ചല്ലോ. وما ينبغي للرحمن أن يتخذ ولدا ആരെയെങ്കിലും പുത്രനായി സ്വീകരിക്കുക എന്നത് പരമകാരുണികനായ അല്ലാഹുവിന് ചേർന്നതല്ല. إن كل من في السماوات والأرض إلا آتي الرحمن عبدا ആകാശഭൂമികളിലുള്ളവരെല്ലാം ആ പരമകാരുണികന്റെ മുന്നിൽ കേവലം ദാസന്മാരായി വന്നെത്തുന്നവരാണ്. لقد أحصاهم وعدهم عدا തീർച്ചയായും അവൻ അവരെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്, എണ്ണിക്കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. وكلهم آتيه يوم القيامة فردا ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവന്റെ അടുത്ത് വന്നെത്തും. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പരമകാരുണികനായ അല്ലാഹു സ്നേഹവിരുന്നൊരുക്കും. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا നാം ഈ വചനങ്ങളെ നിന്റെ ഭാഷയിൽ വളരെ ലളിതവും സരളവുമാക്കിയിരിക്കുന്നു. നീ സൂക്ഷ്മത പാലിക്കുന്നവരെ ശുഭവാർത്ത അറിയിക്കാനാണിത്, കുതർക്കികളായ ജനത്തെ താക്കീത് ചെയ്യാനും. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചു, എന്നിട്ട് അവരിൽ ആരെയെങ്കിലും നീ ഇപ്പോൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നേർത്ത ശബ്ദമെങ്കിലും കേൾക്കുന്നുണ്ടോ?